Bonjour, bienvenue au cours Le Français au Malayalam. Je suis Reshma. Aujourd'hui, nous allons étudier quelques règles en français. Hi everyone, my name is Reshma and welcome to Learn French through Malayalam. Today, we are going to study some rules in French language. സോ ഫോർത്ത് ക്ലാസ്സിൽ നമ്മൾ ഡിഫ്തോങ്സിനെ പറ്റി പഠിച്ചിരുന്നു. അതായത് രണ്ട് വവൽസ് ഒന്നിച്ച് വരുന്നതിനാണ് നമ്മൾ ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. എ ഇ ഐ ഒ യു വൈ എന്നീ വവൽസിൽ ഏതെങ്കിലും രണ്ടോ അല്ലെങ്കിൽ രണ്ടിലധികം വവൽസ് ഒന്നിച്ച് വരുമ്പോൾ നമ്മൾ അതിനെ ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് പഠിച്ചിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കോൺസണൻസ് ഒരുമിച്ച് വരുമ്പോൾ ഉള്ള കുറച്ച് റൂൾസിനെ പറ്റിയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഫസ്റ്റ് ഒരു ബോക്സിൽ കോൺസണൻസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, സെക്കൻഡ് ബോക്സ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, തേർഡ് ബോക്സിൽ അതിനൊരു എക്സാമ്പിൾ. വവൽസ് അല്ലാണ്ടുള്ള ബാക്കിയുള്ള ആൽഫബറ്റ്സിനെ എല്ലാമാണ് നമ്മൾ കൺസോണൻസ് എന്ന് പറയുന്നത്. സോ രണ്ടിലധികം കൺസോണൻസ് ഒന്നിച്ച് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് സി എച്ച് എന്നീ രണ്ട് കൺസോണൻസ് ഒന്നിച്ച് വരുമ്പോൾ നമ്മളതിന് ഷ സൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. ഇംഗ്ലീഷിലുള്ള ഷ സൗണ്ടിനോട് സിമിലർ ആയിരിക്കും ഫ്രഞ്ചിൽ സി എച്ച് എന്ന് പറയുന്നതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, CHOCOLAT. ഇവിടെ CH വന്നിട്ടുണ്ട്, ഇവിടെയും CH ഉണ്ട്. സോ നമ്മൾ കൊടുക്കുന്ന സൗണ്ട് ഷ സൗണ്ടും കൂടെ ചേരുമ്പോൾ നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഷോക്കോള എന്നാണ്. അതാണ് ഫസ്റ്റ് റൂൾ പറയുന്നത്. രണ്ട് കൺസോണൻസ് ഒന്നിച്ച് വരുമ്പോൾ CH കൺസോണൻ്റ് ആണ് ഒന്നിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഷ സൗണ്ട് നൽകും. സോ നമ്മളിത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഷോക്കോള മീൻസ് ചോക്ലേറ്റ്. ഷെറി മീൻസ് ഡാർലിംഗ്. ഷെറി അവിടെ നമ്മൾ CH കൺസോണൻ്റ് ഒന്നിച്ച് വന്നതുകൊണ്ട് ഷ സൗണ്ട് കൊടുത്തു. സെക്കൻഡ് SC കൺസോണൻസ് ഒന്നിച്ച് വരുമ്പോൾ ബിഫോർ E and I it is pronounced like an S. Before A O U it is pronounced sk. Means E അല്ലെങ്കിൽ I എന്നീ വവൽസിന് മുമ്പാണ് SC എന്ന വേർഡ്. ഒരു വേർഡിൽ SC കഴിഞ്ഞിട്ടാണ് E അല്ലെങ്കിൽ I എന്നുണ്ടെങ്കിൽ നമ്മളതിന് സ സൗണ്ട് ആയിരിക്കും നൽകുന്നത്. പക്ഷേ വവൽസ് ആയിട്ടുള്ള A O U എന്നതിന് മുൻപാണ് S വന്നിരിക്കുന്നതെങ്കിൽ നമ്മളതിന് സ്ക എന്നുള്ളൊരു സൗണ്ട് ആയിരിക്കും നൽകുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇവിടെ SC കഴിഞ്ഞിട്ട് E ആണ് വന്നിരിക്കുന്നത്, ഇവിടെ SC കഴിഞ്ഞിട്ട് I ആണ് വന്നിരിക്കുന്നത്. സോ I അല്ലെങ്കിൽ E എന്നീ വവൽസിന് മുമ്പാണ് S വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിന് സ സൗണ്ട് നൽകും. സോ നമ്മളിത് പ്രൊനൗൺസ് ചെയ്യുന്നത് സെനാറിയോ എന്നായിരിക്കും. സെനാറിയോ മീൻസ് സെനാറിയോ. ആൻഡ് ZA മീൻസ് ടു സോ. ZA മീൻസ് ടു സോ. ഇനി A O U എന്നീ വവൽസിന് മുമ്പാണ് S എന്നുണ്ടെങ്കിൽ ഇവിടെ O A U ഇതിന് മുൻപാണ് ഇവിടെ SC വന്നിരിക്കുന്നത്. സോ SC ആഫ്റ്റർ A അല്ലെങ്കിൽ O U എന്നീ വവൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് സ്ക സൗണ്ട് ആയിരിക്കും നൽകുന്നത്. ഇവിടെ എസ്കാലിയെ. സോ നമ്മളുടെ ഒരു സായും കായും കൂടെ ചേർന്നിട്ടൊരു സൗണ്ടാണ് നൽകിയത്. സോ എസ്കാലിയെ മീൻസ് സ്റ്റേഴ്സ്. Scorpio means scorpion. Sculptor means to sculpt. സോ അതാണ് SCയിൽ വവൽസ് വരുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ. സോ അടുത്തത് GN കേസാണ് പറയുന്നത്. ഒരു വേർഡിൽ GN ഒന്നിച്ച് വരുമ്പോൾ നമ്മളതിന് മ്യ സൗണ്ട് ആയിരിക്കും നൽകുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ GN ഉണ്ട്, ഇവിടെയും GN ഉണ്ട്. സോ നമ്മളിതിന് കോമ്പാനിയ ന്യ സൗണ്ട് നൽകും. സോ കോമ്പാനിയ മീൻസ് കൺട്രി സൈഡ്. ആൻഡ് സീനിയ മീൻസ് സൈൻ. അതാണ് GN കേസിൽ. അടുത്തത് TH കൺസോണൻസ് ആണ് ഒന്നിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിന് തേ സൗണ്ട് ആയിരിക്കും നൽകുന്നത്. നമ്മൾ ഒരിക്കലും ഫ്രഞ്ചിൽ ടി ആയിട്ടല്ല തേ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ TH വരുമ്പോൾ നമ്മളതിന് തേ എന്നൊരു സൗണ്ട് ആയിരിക്കും നൽകുന്നത്. ഇവിടെ THE, ഇവിടെയും TH ഉണ്ട്. സോ നമ്മളതിനെ
തേ എന്ന് വായിക്കും. തേ. ഇത് തെം. തെം മീൻസ് ടി ആൻഡ് തീം. അടുത്തത് പി എൻ. പി എൻ കോൺസണൻസ് ആണ് ഒന്നിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പി എൻ വരുമ്പോൾ നമ്മൾ അതിന് പി സൈലൻ്റ് ആയിരിക്കും. പക്ഷേ ഫ്രഞ്ചിൽ എങ്ങനെയാണ്? പി എൻ ഉണ്ടെങ്കിൽ പിയും നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അൺലൈക്ക് ഇംഗ്ലീഷ് വെയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ് ഓൺലി ദ എൻ ഇസ് പ്രൊനൗൺസ്ഡ്, ബോത്ത് ദ പി ആൻഡ് എൻ മസ്റ്റ് ബി പ്രൊനൗൺസ്ഡ് ഇൻ ഫ്രഞ്ച്. അതായത് ഇംഗ്ലീഷിൽ പി എൻ കൂട്ടിയൊരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പി സൈലൻ്റ് ആക്കി എൻ തൊട്ടായിരിക്കും നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഫ്രഞ്ചിൽ പിയും എന്നും നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ ഇവിടെ പി എൻ ഇ യു. അത് നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ന്യൂമോണിയ അല്ലെങ്കിൽ ആ ഒരു പി സൈലൻ്റ് ആയിട്ടായിരിക്കും നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഫ്രഞ്ച് പി എൻ വരുമ്പോൾ നമ്മൾ 2 ലെറ്റേഴ്സും പ്രൊനൗൺസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിന്യൂ പിന്യൂ എന്നായിരിക്കും നമ്മൾ വായിക്കുന്നത്. മീൻസ് ടയർ. പിന്യൂ മീൻസ് ടയർ. സെക്കൻഡ് എക്സാമ്പിൾ പ്നുമോണി. 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 നമ്മൾ ഫ്രഞ്ചിലാണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മളതിന് ന്യൂമോണിയ എന്നായിരിക്കും വായിക്കുന്നത്. സോ ന്യൂമോണിയ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിനാണ് ഫ്രഞ്ചിൽ പ്നുമോണി പ്നുമോണി എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അടുത്തതും ഇംഗ്ലീഷ് പോലെ ഈ പി എൻ റൂൾ പോലെ തന്നെ വരുന്ന ഒന്നാണ് പി എസ് റൂൾ. അതായത് പി എസ് കോൺസണൻസ് ആണ് ഒന്നിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഒരിക്കലും പി പ്രൊനൗൺസ് ചെയ്യാറില്ല. എസ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഫ്രഞ്ചിൽ പി എൻ പറഞ്ഞതുപോലെ തന്നെ പിയും എസും നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Unlike English, where at the beginning of a word only the S is pronounced, both the P and S must be pronounced in French. So, P യും S നമ്മൾ ഫ്രഞ്ചിൽ പ്രൊനൗൺസ് ചെയ്യും. എക്സാമ്പിൾ നോക്കുമ്പോൾ പി എസ് ഉണ്ട്, പി എസ് ഉണ്ട്. ഇത് നമ്മൾ സിക്കാത്ര, സിക്യാത്ര, സിക്യാത്ര. സോ നമ്മൾ പിയും എസും നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. സോ സിക്യാത്ര മീൻസ് സൈക്യാട്രിസ്റ്റ്. നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ എസ് തൊട്ടായിട്ടാണോ പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ സൈക്യാട്രിസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ ഫ്രഞ്ചിൽ പിയും എസും പറയുന്നത് കൊണ്ട് സിക്യാത്ര എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ സുദോ. 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 പിക്ക് നമ്മൾ ചെറിയൊരു പ്രൊനൗൺസിയേഷൻ കൊടുക്കുന്നുണ്ട്. സോ സുദോ. അതായത് സ്യൂഡോ. നമ്മൾ ഇംഗ്ലീഷിൽ എസ് തൊട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പി നമ്മൾ സൈലൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ പി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് സ്യൂഡോ. സുദോ. അതായത് ഇംഗ്ലീഷിൽ സ്യൂഡോ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വവൽസ് ആൻഡ് ആക്സൻസിനെ പറ്റിയാണ്. നമുക്കറിയാം ഫ്രഞ്ചിലെ വവൽസ് എ, ഇ, ഐ, ഒ, യു, വൈ. ഇത്രയുമാണ് ഫ്രഞ്ചിലത്തെ വവൽസ്. സോ ഫസ്റ്റ് വൺ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് വവൽസ് ആർ ഓഫൺ ടോപ്ഡ് വിത്ത് ആൻ ആക്സെൻറ്റ്. ഈ വവൽസ് എ, ഇ, ഐ, ഒ, യു, വൈ എന്നീ വവൽസ് എപ്പോഴും നമുക്ക് ചില വേർഡ്സ് നമുക്ക് കാണാം. ഒന്നെങ്കിൽ ഇങ്ങനൊരു വര, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു സ്ലാഷ്, അല്ലെങ്കിൽ 2 കുത്ത്. സോ അങ്ങനെയൊക്കെ വരുന്നതിനാണ് നമ്മൾ ആക്സെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ആക്സെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സെൻറ്റ് എഗു. ആക്സെൻറ്റ് എഗു. Or acute accent is only used over the letter E. It is pronounced A as in hair. അതായത് ഇ എന്ന് പറയുന്ന വവലിന് മേളിലാണ് നമ്മൾ എപ്പോഴും ആക്സെൻറ്റ് ഏഗു യൂസ് ചെയ്യുന്നത്. ആക്സെൻറ്റ് ഏഗു എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു സ്ലാഷ് കൊടുക്കുന്ന ഒരു ഇതാണ് ആക്സെൻറ്റ് ഏഗു എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈക്കായിരിക്കും. നമ്മൾ ഇ എന്ന വവലിനായിരിക്കും നമ്മൾ എപ്പോഴും ആക്സെൻറ്റ് ഏഗു യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. ഈയുടെ മണ്ടയ്ക്കാണ് നമ്മൾ ആക്സെൻറ്റ് ഏഗു യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഈയുടെ മണ്ടയിൽ ഒരു ആക്സെൻറ്റ് ഏഗു ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ട് എ എന്ന സൗണ്ട് ആയിരിക്കും. എ. സോ ഇവിടെ നമ്മൾ എത്തുദിയേ, എത്തുദിയേ എന്നായിരിക്കും നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ടു മീൻസ് ടു സ്റ്റഡി. എത്തുദിയേ മീൻസ് ടു സ്റ്റഡി. സെക്കൻഡ് ആക്സെൻറ്റ് ഗ്രാവ് ആക്സെൻ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഓൺ ദ ലെറ്റർ A, E, U. When topped with an accent grave, E is pronounced as the A in hair. For the letters A and U, the accent grave helps to distinguish between two words that are alike but have different meanings. Accent grave യൂസ് ചെയ്യുന്നത് A, E, U
എന്നീ വവൽസിനായിരിക്കും. ഇയിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എ എന്ന ഒരു പ്രൊനൗൺസിയേഷൻ സൗണ്ട് ആയിരിക്കും നമ്മൾ ഇയുടെ മണ്ടയ്ക്ക് ആക്സന്റ് ഗ്രേവ് വരുമ്പോൾ നൽകുന്നത്. എ ആൻഡ് യുവിലാണ് നമ്മൾ ആക്സന്റ് ഗ്രേവ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെയിം സ്പെല്ലിംഗ് ആയിട്ടുള്ള വേർഡ്സ് വരും, പക്ഷെ നമുക്കതിന് ഡിഫറെൻറ്റ് മീനിങ്സ് കാണും ഫ്രഞ്ചിൽ. സോ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രാവ് ആക്സന്റ്. ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ കാണാം, രണ്ടും എ ആണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്സന്റ് ഗ്രാവ് ഉണ്ട്, ഇവിടെ ഗ്രാവ് ആക്സന്റ് ഇല്ല. സോ അതാണ് പറഞ്ഞത്, എ അല്ലെങ്കിൽ യുവിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഗ്രാവ് ആക്സന്റ് ഉള്ള എക്ക് നമ്മൾ പറയുന്നതും പ്രൊനൗൺസ് ചെയ്യുന്നത് സെയിം തന്നെയാണ്, ആ എന്നാണ്. ഗ്രാവ് ആക്സന്റ് ഉള്ള എക്ക് നമ്മൾ അറ്റ് എന്നുള്ളൊരു മീനിങ് ആയിരിക്കും നൽകുന്നത്. ഗ്രാവ് ആക്സന്റ് ഇല്ലാത്ത എക്ക് ഹാസ്, ഹി ഹാസ്, ഷീ ഹാസ് എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ എ. സോ അതാണ് ആക്സന്റ് ഗ്രാവും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ദ ആക്സന്റ് സിർക്കോൺഫ്ലെക്സ്. സിർക്കോൺഫ്ലെക്സ് അതായത് ഒരു ഷാർപ്പോ ടൈപ്പ് ഓഫ് ആക്സെന്റിനാണ് നമ്മൾ സിർക്കോൺഫ്ലെക്സ് എന്ന് ഫ്രഞ്ചിൽ പറയുന്നത്. A circumflex accent is used on A, E, I and U. In most cases, it replaces the S that used to follow the vowel. As for the accent grave, it is sometimes used to distinguish between two words that are alike but have different meanings. So, circumflex എന്ന ആക്സെന്റ് നമ്മൾ ഫ്രഞ്ച് വേർഡ്സിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ, ഇ, ഐ അല്ലെങ്കിൽ യു എന്നീ വവൽസിനായിരിക്കും. എസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ, ഇ, ഐ, ഒ, യു വവൽസിൽ ഓ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വവൽസ് കഴിഞ്ഞിട്ട് എസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ എസ്സിനെ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീഡഡ് കിടക്കുന്ന വവലിന് മണ്ടയ്ക്ക് നമ്മൾ ഈ ആക്സെന്റ് കൊടുക്കും. സോ ഇവിടെ ഹോസ്പിറ്റൽ HOSPITAL ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൻ്റെ എസ് പ്രൊസീഡഡ് ബൈ എന്താണ്, ഒരു വവലാണ്. സോ നമ്മളത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആക്സെന്റ് സിർക്കോൺഫ്ലെക്സ് കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഷാർപ്പോ കൊടുത്തിരിക്കുന്നത് ഓയ്ക്കാണ്, എസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളത് വായിക്കുന്നത് ഒബിതാൾ. എച്ച് നമ്മൾ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും, നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചിരുന്നു. സോ ഒബിതാൾ മീൻസ് ഹോസ്പിറ്റൽ. ഷാർപ്പോ നൽകിയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എസ് അവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഒബിതാൾ മീൻസ് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ നമ്മളിത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും യൂസ് ചെയ്യും. നമ്മൾ ഗ്രാവ് ആക്സെന്റ് യൂസ് ചെയ്തതുപോലെ തന്നെ എലൈക്കായിട്ടുള്ള രണ്ട് വേർഡ്സിൻ്റെ ഡിഫറൻസിയേഷന് വേണ്ടിയിട്ടും നമ്മളിത് യൂസ് ചെയ്യും. ഇവിടെ ദ്യൂ മീൻസ് ആക്സെന്റ് ഇല്ലാത്ത ദ്യൂ മീൻസ് സം എന്നാണ് മീനിങ്. ഈ ദ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഷാർപ്പോ ഉണ്ട്, അതായത് ആക്സെന്റ് സിർക്കോൺഫ്ലെക്സ് ഉണ്ട് ഈ ദ്യൂവിന്. ദാറ്റ് മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദെവുവാർ, അതായത് തേർഡ് ഫോം. ദെവുവാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കിനെയാണ് ഫ്രഞ്ചിൽ മീൻ ചെയ്യുന്നത്. ദെവുവാർ മീൻസ് വർക്ക്. സോ ദെവുവാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി, നമ്മുടെ ഡ്യൂട്ടീനെയാണ് അത് മീൻ ചെയ്യുന്നത്. സോ ഡ്യൂട്ടിയുടെ തേർഡ് ഫോമിനെയാണ് ഈ ഷാർപ്പോ വെച്ചിട്ടുള്ള ദ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷാർപ്പോ ഇല്ലാത്ത ദ്യൂ മീൻസ് സം എന്നാണ്. സോ അതാണ് ആക്സെന്റ് സിർക്കോൺഫ്ലെക്സ്. ലാസ്റ്റ് ആക്സെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രേമ ആക്സെന്റ്, അതായത് ഇതിനെയാണ് നമ്മൾ ത്രേമ എന്ന് പറയുന്നത്. Trema accent is used over E, I and U to indicate that the two vowels that are next to each other are pronounced individually. അതായത് ഒരു വേർഡിൽ ആക്സെന്റ് ത്രേമ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് വവൽസും നമ്മളവിടെ ഇൻഡിവിജ്വലി പ്രൊനൗൺസ് ചെയ്യണം. ഇത് സോ നമ്മളെങ്ങനെ വായിക്കും, നോ എൽ. സോ ഓയും നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം, ഇയും നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം. അതിനാണ് ആക്സെന്റ് ത്രേമ അവിടെ നൽകിയിരിക്കുന്നത്. സോ നോ എൽ മീൻസ് ക്രിസ്മസ്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് രണ്ട് കൺസോണൻസ് ഒരുമിച്ച് വരുമ്പോഴുള്ള കാര്യങ്ങളും ആക്സെൻസും ആണ്. സോ CH കൺസോണൻസ് ഒന്നിച്ച് വരുമ്പോൾ നമ്മൾ ഷ സൗണ്ട് നൽകും, ഷോക്കോള, ഷേറി. SC വരുമ്പോൾ നമ്മൾ രണ്ട് സൗണ്ട് ഉണ്ട്, സാ സൗണ്ടും പിന്നെ സ്ക സൗണ്ടും. E ആൻഡ് I കഴിഞ്ഞിട്ടാണ്, E ആൻഡ് Iക്ക് മുമ്പാണ് S എന്നുണ്ടെങ്കിൽ നമ്മൾ സാ സൗണ്ട് നൽകും. AOUവിന് മുമ്പാണ് S എന്നുണ്ടെങ്കിൽ സ്ക സൗണ്ട് നൽകും. GN similar to the nya sound. So compagnia nya sound ആണ് അവിടെ വരുന്നത്. TH is pronounced like a te. PN നമ്മൾ പിയും പ്രൊനൗൺസ് ചെയ്യും, ഇംഗ്ലീഷ് പോലെ N തൊട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, പിയും പ്രൊനൗൺസ് ചെയ്യും. ആ സെയിം ആണ് PS എന്ന് പറയുന്ന കോൺസോണൻസ് ഒരുമിച്ച് വരുമ്പോഴും പിയും എസും നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ആക്സെൻസിൽ നമ്മൾ പഠിച്ചത് ആക്സെന്റ് ഐഗു പഠിച്ചു, ആക്സെന്റ് ഗ്രാവ്,
ആക്സെന്റ് സിർക്കോൺഫ്ലെക്സ്, ആക്സെന്റ് ട്രേമ. സോ ആക്സെന്റ് ഏഗു എന്തായിരുന്നു? എ എന്നൊരു സൗണ്ടാണ് നൽകുന്നത്. എത്തുതിയെ. ആക്സെന്റ് ഗ്രാവ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് എ എന്ന സൗണ്ടിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആക്സെന്റ് സിർക്കോൺഫ്ലെക്സ്, എസിനെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ തൊട്ട് മുമ്പുള്ള വവൽ അല്ലെങ്കിൽ ഓയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഷാപ്പോയ്ക്കാണ് സിർക്കോൺഫ്ലെക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാവ് ആക്സെന്റ് പോലെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും നമ്മൾ ആക്സെന്റ് സിർക്കോൺഫ്ലെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആക്സെന്റ് ട്രേമ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? 2 വവൽസും നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം. ഒരു വേർഡിൽ 2 വവൽസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ആക്സെന്റ് ട്രേമ ഉണ്ടെങ്കിൽ നമ്മൾ 2 വവലും പ്രൊനൗൺസ് ചെയ്യണം. അതാണ് ആക്സെന്റ് ട്രേമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.